ദൈവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ എനിക്ക് ഈ സാക്ഷ്യം പറയുവാനായിട്ട് അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് മീനു മരിയ ജോയ്. ഞാൻ പാലാരൂപതയിലെ സെൻറ്റ് മാത്യൂസ് ചർച്ച് പെരുന്തുരുത്ത് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്. ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇവാഞ്ചലിൻ മറിയം ബോബി. ഇതെൻ്റെ മമ്മി. ഞങ്ങൾക്ക് ഇവളെ ലഭിച്ചതിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2020 ഡിസംബർ 31 അതിനുശേഷം ഞാൻ ക്യാരിങ് ആയി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഗ്രോത്ത് കാണുന്നില്ല, ഹാർട്ട് ബീറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് മിസ്കാരേജ് ആയിപ്പോയി. അതിനുശേഷം DNC ചെയ്തു. വീണ്ടും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്യാരിങ് ആയി. ചെറിയൊരു സ്പോട്ടിങ് കണ്ടതിനെ തുടർന്ന് വേഗം ഹോസ്പിറ്റലിൽ പോയി. ഞാനും ഹസ്ബൻഡും എൻ്റെ അനിയത്തിയുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാൻ ചെയ്തു. സ്പോട്ടിങ് കണ്ടതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഗ്രോത്ത് വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ യൂട്രസിലല്ല കാണുന്നത്, അത് ട്യൂബൽ പ്രഗ്നൻസിയാണ്, എക്ടോപിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ട്യൂബ് റപ്ചർ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് അഡ്മിറ്റാക്കി എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ തന്നെ ഒരുപാട് വിഷമിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് കീഹോൾ സർജറി ചെയ്തു. എൻ്റെ ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയും പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും ഒന്ന് ട്യൂബൽ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഇനിയും അടുത്തത് ട്യൂബിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്തില്ല. അതിനുശേഷമാണ് എൻ്റെ മമ്മി കൃപാസനത്തെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞു. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മമ്മി ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. മമ്മിയുടെ ഉടമ്പടിയിൽ ഞാനും പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നു. അതിനുശേഷം വീണ്ടും മമ്മി എന്നോട് പറഞ്ഞു ഞാനും വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ മാസമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ജൂലൈയിൽ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരു സ്പോട്ടിങ് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു പ്രീഷ്യസ് ബേബിയാണ്, അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട, നമുക്ക് അഡ്മിറ്റാക്കി കുറച്ച് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. 3 മാസത്തേക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. ആ സമയത്ത് മമ്മി പൊതിച്ചോറ് കെട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഞാനും സഹായിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ 6-ാം മാസമായപ്പോഴേക്കും ഒന്ന് ചെയറിൽ നിന്ന് വീണു. വളരെയധികം ഞങ്ങൾ പേടിച്ചു ആ സമയത്ത്. ഒന്നാമത് പ്രഗ്നൻ്റാണ്, ആകെപ്പാടെ ഇനി ഒരു ട്യൂബേ ഉള്ളൂ, ദൈവമേ എന്താകുമെന്നോർത്തു. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞാൻ 2 തവണ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റിട്ട് മമ്മിയോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനെ സ്വപ്നം കണ്ടു എന്ന്. അപ്പോൾ മമ്മി പറഞ്ഞു ദൈവം ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഹോപ്പായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. എന്നും ദിവസേന തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വീണതിന് ശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു പ്രോബ്ലംസ് ഒന്നും ഇല്ല. തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം ഫ്ലൂയിഡ് എനിക്ക് 8-ാം മാസം സ്കാനിങ്ങിൽ കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് തന്നെ ഒന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് കുറച്ച് ഫ്ലൂയിഡ് കയറ്റാം, എന്നിട്ടും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CS ചെയ്ത് കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ വളരെയധികം പേടിച്ചു. എന്നാലും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. തൈലം ദിവസേന ഉപയോഗിക്കുമായിരുന്നു. വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് ഫെബ്രുവരി മാസം 20-ാം തീയതി 2025 ഞങ്ങൾക്ക് ദൈവം ഇവളെ നൽകി അനുഗ്രഹിച്ചു. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പെൺകുഞ്ഞാണെങ്കിലും മാതാവിൻ്റെ പേര് ചേർത്തിടണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് ഇവാഞ്ചലിൻ മറിയം ബോബി എന്ന് പേരിട്ടു. അങ്ങനെ
സർജറി കഴിഞ്ഞു. ഞാൻ വീണ്ടും ഇരിക്കക്കുത്താലെ വീണ്ടും CS ആയിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും അകപ്പാടെ ടെൻഷനായി. എനിക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ പോലും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കക്കുത്താലെ വീണ സമയത്ത് എന്നെ എടുത്തോണ്ടെന്ന പോലെ ഹസ്ബൻഡും മമ്മിയും പപ്പയും കൂടി കട്ടിലിക്കൊണ്ടിൽ കിടത്തി. കാറിലൊന്നും കയറി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതിരുന്നത് കൊണ്ട് തന്നെ ആംബുലൻസ് വിളിക്കേണ്ടി വന്നു. അങ്ങനെ ആംബുലൻസിൽ കയറി കാഷ്വാലിറ്റി ചെന്നു. സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചർ ഉണ്ട് ചെറുതായിട്ട്. അങ്ങനത്തെ സൺഡേ ആയിരുന്നു. അപ്പം ന്യൂറോ സർജൻ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കാഷ്വാലിറ്റി ഡോക്ടറാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അഡ്മിറ്റാക്കി. തിങ്കളാഴ്ച ന്യൂറോ സർജൻ വന്നു. സാറ് പറഞ്ഞു ഒന്നില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ 1.5 മാസത്തെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു CS കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ അടുത്തൊരു സർജറി കൂടെ എനിക്ക് താങ്ങാനായിട്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ബെഡ് റെസ്റ്റ് ഓപ്റ്റ് ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോൾ ഹസ്ബൻഡും മമ്മിയും എൻ്റെ പപ്പയും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഡൈപ്പേഴ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയെല്ലാം. എനിക്കാണെങ്കിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആകപ്പാടെ വളരെ വിഷമിച്ചൊരവസ്ഥയായിരുന്നു അത്. ആ സമയം മമ്മി ദിവസേന എൻ്റെ നടുവിൽ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കിടപ്പായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എത്രയധികം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രയധികം ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1.5 മാസത്തെ റെസ്റ്റ് പറഞ്ഞ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എണീറ്റിരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ എണീറ്റിരുന്നു. പിന്നെ പയ്യെ നടക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഓക്കെ, ഇപ്പം എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഡോക്ടർ പറഞ്ഞു ഇനി സ്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എക്സ്റേയിൽ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല, റിക്കവർ ആകാനുള്ളതെല്ലാം റിക്കവർ ആയിട്ടുണ്ട്. ഇനി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം സമയത്ത് എനിക്ക് കുഞ്ഞിനെ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച് ദൈവം ഒരു കുഞ്ഞിനെ തന്നിട്ട് അവസാനം അവളെ എനിക്കൊന്ന് എടുക്കാനോ ഒന്ന് ഫീഡ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഒരുപാട് വിഷമിച്ചു. ഇപ്പം ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ ഇവളുടെ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ നോക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് മമ്മി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും അല്ലെങ്കിൽ വീടുകളിൽ ആരെങ്കിലും എന്തെങ്കിലും സഹായത്തിനായിട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കും അതിലൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ സഹായം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസന പത്രം പറ്റുന്നത് പോലെ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബെഡ് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല. എന്നിരുന്നാലും അടുത്തുള്ള വീടുകളിലും അങ്ങനെയുള്ള അവിടെ അടുത്തൊക്കെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലൊക്കെ പോയി അങ്ങനെ കുറച്ച് തവണ പത്രം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവപിതാവിനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷി അവസാനിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല എന്ന് ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. മീനുവിൻ്റെ ഈ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ മീനുവിനെ ഏറ്റുപറയാനുള്ളത് അത് തന്നെയാണ്. എനിക്ക് രക്ഷയായി എൻ്റെ ദൈവമുണ്ട്. നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നമുക്ക് രക്ഷയ്ക്കായി ഒരൊറ്റ നാമം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ നാമം യേശു എന്ന സുന്ദരനാമമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു. മീനുവിനും കുടുംബത്തിനും ആദ്യത്തെ ബേബി അവർക്ക് നഷ്ടപ്പെട്ടു. അതോടുകൂടി അവർക്കുള്ള ആശങ്കയും സങ്കടങ്ങളും വർദ്ധിച്ചു എന്ന് ഇവരിവിടെ പറയുകയുണ്ടായി, നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. ജീവൻ്റെ വില എന്തുമാത്രമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെ ഈശോ കുരിശിലേറിക്കൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ വലിയ പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് ഈശോ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് ജോസഫ് അച്ഛൻ നാം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, അറിയുകയും ചെയ്യാം. ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഒന്നും തന്നെ ഭയപ്പെടാനില്ല. കാരണം പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി. ഉടമ്പടി എന്ന് വെച്ചാൽ വിശ്വസ്തത എന്നർത്ഥം.
വിശ്വസ്തയോടുകൂടി നാം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നാം എന്തു ചോദിച്ചാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ അതൊന്നും തന്നെ നിരാകരിക്കുകയില്ല, ഈശോ ഒന്നും തന്നെ അത് നോ പറയുകയില്ല എന്നുള്ള വലിയ ഉറപ്പാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മീനുവിനും കുടുംബത്തിനും ലഭിച്ച വലിയൊരു ഉറപ്പാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിലും അതെന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടായാലും, ഞാൻ കട്ടിലിൽ നിന്ന് നിലത്ത് വീണാൽ എന്തൊക്കെയായാലും പരിശുദ്ധ അമ്മ ആ കുഞ്ഞിനെ വളർത്തും, ആ കുഞ്ഞിനുള്ള എല്ലാ സംരക്ഷണവും നൽകുമെന്നുള്ള വലിയ ഉറപ്പാണ് ഉടമ്പടി ജീവിതത്തിലൂടെ മീനുവിനും കുടുംബത്തിനും ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപകട സൂചന എന്തൊക്കെ വന്നാലും എനിക്കുള്ള ആ ധൈര്യം പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദൂതനെ അയച്ച് നമ്മെപ്പോഴും സഹായിക്കും, സംരക്ഷിക്കുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. മീനുവിനെ 2 തവണ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുവാനും ആ സന്ദേശത്തിലൂടെ ധൈര്യം പകരുവാനും പരിശുദ്ധ അമ്മയുടെ ആ മെസ്സേജ് കൃത്യമായി മനസ്സിലാക്കുവാനും സാധിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ മീനു ഏറ്റുപറയുന്നത്. 3 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞ മീനുവിന് 1.5 ആഴ്ച കൊണ്ട് എല്ലാം റിക്കവറായി പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിൻ്റെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള മരിയ എന്ന പേര് നൽകി ഈ അൾത്താരയിൽ കയറി നിൽക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കുഞ്ഞുങ്ങളില്ലാത്ത അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ ചേർത്ത് വെച്ചുകൊണ്ടിരുന്ന ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മീനുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.